അപ്പോഴേ നാട്ടിൽ ഇഷ്ടംപോലെ പറമ്പിൽ കൂണുണ്ടെന്ന് പറഞ്ഞിട്ട് കൂണിൻ്റെ മഴക്കാലം വന്നപ്പോൾ ഒരു ലഹളയായിരുന്നു. ഭയങ്കരമായിട്ട് ആൾക്കാർ മുഴുവൻ ഇത് ഞാൻ പറിച്ചതൊരു വലിയ കൂണാണ് കേട്ടോ. ഇത് നമ്മുടെ ജർമ്മനിയിൽ തന്നെ ഒരു പാർക്കിൻ്റെ അടുത്ത് കുറേ പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ അവിടെയുള്ള പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തൊരു കൂണാണിത്. ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിറയെ കൂണാണ്, ഇഷ്ടം പോലെ ഉണ്ട് കൂണ്. അപ്പോൾ ഞാനത് ഒരെണ്ണം പറിച്ചു. ഈ വലിയ കൂണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ അതിനേക്കാൾ ഭംഗിയാണ്. ഭയങ്കര വലിയ കൂണാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വളരെ ചെറുതാണെന്ന്. ഞാനിതാ ഇങ്ങനെ പറിച്ചിട്ട് ഞാനതിങ്ങനെ താഴെ അടിഭാഗം നോക്കിക്ക് ഇതൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട്. വലിയതാണ് കേട്ടോ, ഒരുവിധം വലിയ കൂണാണ്. അപ്പോൾ അതേപോലെ തന്നെ കുറേ താഴെയും കിടക്കുന്നുണ്ട് പറിച്ചതും. ആരോ ഇങ്ങനെ തട്ടിയിട്ടോട്ടെ, അപ്പോൾ അത് ഞാൻ പറിച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഇട്ട് നോക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് ഞാനതൊന്ന് കട്ട് ചെയ്ത് നോക്കി കേട്ടോ. നല്ല അസൽ കൂണാണ്. കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും മാംസമുള്ള പോലുള്ള നല്ല ഭക്ഷ്യയോഗ്യമായിട്ടെങ്കിൽ കഴിക്കാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. അത്ര നല്ലൊരു കൂണാണ്. പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞങ്ങളിവിടുന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും കൂണുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ കൂണായിരുന്നു കേട്ടോ. ഭയങ്കര വലുതായിരുന്നു. നല്ല വെയിറ്റും ഒക്കെ ഉള്ളൊരു കൂണായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ. പക്ഷേ ഭക്ഷ്യയോഗ്യമാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, പേടിച്ചിട്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വേറൊരു കൂണുണ്ട്. വലിയ കൂണായിരുന്നേ. അത് ഞാൻ പറിച്ച് നോക്കി. എൻ്റെ അമ്മ കുറേ നിൽക്കുന്നുണ്ട് കൂണ്. അതേ വലുതാണ്. അതൊന്ന് പറിച്ച് നോക്കാം. വലിയതായിട്ടാണ് നിൽക്കണ കേട്ടോ. അത് അടിയിലേക്ക് ഇങ്ങനെ ഇതായിട്ട് അത് ഞാൻ പറിച്ചു കേട്ടോ, വലിയതായിട്ട്. പക്ഷെ അത് ചീത്തയായി തുടങ്ങിയായിരുന്നു. എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല. പൊട്ടിച്ച് അയ്യോ എന്തൊരു മണം ദൈവമേ, മനുഷ്യൻ ചീഞ്ഞ മണം. അയ്യോ ഭയങ്കര മണമാണ് കേട്ടോ. പൊട്ടിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.